ഗുസ്തി പ്രേമികളുടെ നാടായിരുന്നു കൊല്ലം. മനോബലവും മെയ്ക്കരുത്തും കൈമുതലാക്കിയ ശക്തന്മാരുടെ ആരാധകരായിരുന്നു കൊല്ലക്കാർ. പഞ്ചാബ് സിംഹം എന്ന് പേരുകെട്ട ഫയൽവാൻ പരീദ് ബക്കർ ഗുസ്തി പിടിക്കാൻ കൊല്ലത്ത് വന്നതോടെയാണ് കൊല്ലത്തെ ഗുസ്തിഹരം ബാധിക്കുന്നത്. കൊല്ലം നഗരവും പുനലൂർ, കരുനാഗപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളും ഗോതകളുടെയും ഗുസ്തിപ്രിയരുടെയും ലോകമായിരുന്നു. കായിക ബലത്തോടൊപ്പം ബുദ്ധിയും ചടുലതയും ഗുസ്തിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. എതിരാളിയുമായി ആദ്യം കൈകോർക്കുമ്പോൾ തന്നെ ശക്തി എങ്ങോട്ട് കേന്ദ്രീകരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. വലതുഭാഗത്ത് ബലം കേന്ദ്രീകരിക്കുന്നെങ്കിൽ എതിർവശം ആക്രമിക്കണം. അത് മനസ്സിലാക്കാനും ഉപയോഗിക്കാനും ഏകാഗ്രത ഏറെ അനിവാര്യമാണ് എന്നതാണ് ഗുസ്തിയുടെ ബാലപാഠം. ഗുസ്തിയെ കീഴ്പ്പെടുത്താൻ ഏറെ ആവശ്യം ചിട്ടയായ ജീവിതചര്യകളോടെയുള്ള കഠിന പരിശ്രമങ്ങളാണ്. അതിരാവിലെ 4 മണിക്ക് തന്നെ പരിശീലനം ആരംഭിക്കും. ഉച്ചഭക്ഷണത്തിന് ശേഷം അല്പം വിശ്രമം. 5 മണി മുതൽ വീണ്ടും ഗോദയിലേക്ക്. അത് 8 മണി വരെ നീളും. ആദ്യ പരിശീലനത്തിൽ ഉറച്ചുപോയ ഗോദയിലെ മണ്ണിളക്കാൻ 22 പൗണ്ട് ഭാരമുള്ള പ്രത്യേകം തയ്യാറാക്കിയ മൺവെട്ടിയുണ്ട്. അതും പരിശീലനത്തിന്റെ ഭാഗമാണ്. പദചലനവും കൈവേഗവുമാണ് ആദ്യ പരിശീലന മുറകൾ. ഗുസ്തിയുടെ ഔദ്യോഗിക വേഷം ലങ്കോട്ടും അതിനു മുകളിൽ ഷെഡ്ഡിയുമാണ്. മൽപ്പിടുത്തത്തിൽ സ്വന്തം മാനം കാക്കണമെങ്കിൽ പ്രത്യേക പരിശീലനം ലഭിച്ച തയ്യൽക്കാരെ കൊണ്ട് വസ്ത്രം തയ്യാറാക്കണം. ഞാനിവിടെ പറഞ്ഞു വരുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ കാണികളുടെ സിരകളിൽ ലഹരി നിറച്ചിരുന്ന ഫയൽവാന്മാരെക്കുറിച്ചാണ്. ഫയൽവാന്മാരെക്കുറിച്ച് പറയുമ്പോൾ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ പേരുകളിലൊന്നാണ് പോളച്ചിറ രാമചന്ദ്രൻ. ചാത്തന്നൂരിനടുത്ത പോളച്ചിറയിൽ KN ചെല്ലപ്പൻ പിള്ള പൊന്നമ്മ ദമ്പതികളുടെ മകനായി സമ്പന്ന കുടുംബത്തിലാണ് 1932 പോളച്ചിറ രാമചന്ദ്രൻ ജനിക്കുന്നത്. ഗുസ്തിപ്രേമി കൂടിയായ അദ്ദേഹത്തിന്റെ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വളരെ ചെറുപ്പത്തിൽ തന്നെ രാമചന്ദ്രൻ ഗുസ്തിക്കാരനായി മാറി. 8 വയസ്സ് മുതൽ പരിശീലനം ആരംഭിച്ചു. വർക്കലയ്ക്കടുത്ത് വെട്ടൂരിൽ നിന്നുള്ള ചുവന്ന മണ്ണ് ലോഡ് കണക്കിനിറക്കി അത് അരിച്ചെടുത്ത് പൗഡർ പോലെയാക്കും. ഏലക്കാപ്പൊടി, ഗ്രാമ്പു തുടങ്ങി സുഗന്ധദ്രവ്യങ്ങളും ഏതൊക്കെയോ ഔഷധക്കൂട്ടുകളും ഒരു വശത്ത് കൂന പോലെ വെച്ചിട്ടുണ്ടാവും. അതിൽ നല്ലെണ്ണയും മറ്റും ചേർത്ത് കുഴയ്ക്കും. അതും മണ്ണും ഇടകലർത്തിയാണ് ഗോത പൂർത്തിയാക്കുന്നത്. ആ മണ്ണെടുത്തൊന്ന് പിടിച്ചാൽ എല്ലാം ചേർന്ന് നിൽക്കും. നല്ല മണമായിരിക്കും. അതിലാണ് പോളച്ചിറ രാമചന്ദ്രനെ അദ്ദേഹത്തിന്റെ അച്ഛൻ പരിശീലിപ്പിച്ചിരുന്നത്. കലവൂർ കേശവനാശാനായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഗുരു. അച്ഛന്റെ അതിഥികളായെത്തിയ രാമദാസ്, രാംസിംഗ്, കൃഷ്ണപ്പ എന്നിവരിൽ നിന്നും ഗുസ്തിയുടെ വടക്കേ ഇന്ത്യൻ ശൈലിയും രാമചന്ദ്രൻ ഹൃദയസ്ഥമാക്കി. കൂടാതെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഗുസ്തി പരിശീലകരെ പോളച്ചിറയിലെത്തിച്ച് ചെല്ലപ്പൻപിള്ള മകനെ ഒരു യോദ്ധാവാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ 18-ാമത്തെ വയസ്സിൽ കണ്ണനല്ലൂർ വെച്ചുള്ള ഗോദയിൽ നിന്നും വിജയഗാഥ ആരംഭിച്ചു. പഞ്ചാബിൽ നിന്നുള്ള ആഷിഖ് ഹുസൈനെയാണ് അദ്ദേഹം തന്റെ ആദ്യ പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിയത്. മൈസൂർ മര്യാസിംഗ്, കാശ്മീർ മെഹബൂബ്, കോലാപൂർ ജിജാറായി, തുക്കാറാം തുടങ്ങി രാജ്യത്തിനകത്തും പുറത്തുമായി 100 കണക്കിന് മല്ലന്മാരുമായി പോരാടുകയും മൈസൂർ, ഗ്വാളിയർ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ ഗുസ്തിക്ക് പോയി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് രാമചന്ദ്രൻ. അന്നത്തെ കാലത്ത് തന്നെ ഭക്ഷണത്തിന് വലിയ ചെലവായിരുന്നു. അതിരാവിലെ എഴുന്നേറ്റാൽ ഉടൻ മട്ടൺ സൂപ്പിനകത്ത് നെയ്യൊഴിച്ച് ചുവന്നുള്ളിയിൽ കടുക് താളിച്ച് സേവിക്കും. പരിശീലനത്തിനിടയ്ക്ക് ബദാമും പിസ്തയും പാലും ചേർത്തു നൽകും. മാംസാഹാരത്തോടുകൂടിയുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം ഇതെല്ലാം നിർബന്ധമായിരുന്നു. മണക്കാട് ദയാനന്ദൻ ഫയൽവാനെ പരാജയപ്പെടുത്തി 25-ാം വയസ്സിൽ രാമചന്ദ്രൻ കേരള ഗാമ എന്ന പദവി നേടി. ഗുസ്തിയുടെ ഒരു രൂപമായ ഗാട്ടാ ഗുസ്തിയുടെ ചാമ്പ്യന്മാർക്കാണ് ഈ പദവി നൽകുന്നത്. ആ വർഷങ്ങളിൽ കൊല്ലത്ത് 3 സ്ഥിരം ഗോതകളുണ്ടായിരുന്നു. ഗ്വാളിയറിൽ നിന്നുള്ള ഷംസുദ്ദീൻ ഷാഹുദ്ദീനുമായുള്ള രാമചന്ദ്രന്റെ പോരാട്ടത്തിനുള്ള ഗേറ്റ് കളക്ഷൻ അക്കാലത്ത് 1 ലക്ഷം രൂപയായിരുന്നു. ആൾക്കൂട്ടത്തിന്റെ തിരക്ക് കാരണം ഗാലറി തകർന്ന നിരവധി സംഭവങ്ങൾ തന്നെ അക്കാലത്തുണ്ടായിട്ടുണ്ട്. ഒരു പോരാട്ടത്തിന് അദ്ദേഹത്തിന് 5000 രൂപ പ്രതിഫലം ലഭിച്ചിരുന്നു. പഞ്ചാബിൽ നിന്നുള്ള ഇമാം ബക്സ് ഫയൽവാനുമായുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ എപ്പോഴും ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഒന്നായി മാറി. അന്നത്തെ കാലത്ത് ഗുസ്തി കഴിഞ്ഞ് പോലീസ് അകമ്പടിയോടുകൂടിയാണ് രാമചന്ദ്രൻ വീട്ടിലെത്തിയിട്ടുള്ളത്. കേന്ദ്രമന്ത്രിയായിരുന്ന രാജകുമാരി അമൃത് കൗർ, തിരുവിതാംകൂറിലെ ഗോദവർമ്മ രാജ, പാട്യാല മഹാരാജാവ് എന്നിവർ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ആദരിച്ചിട്ടുണ്ട്. ആദ്യ പോരാട്ടത്തിൽ ഇമാം ബക്സ് രാമചന്ദ്രനെ പരാജയപ്പെടുത്തിയിരുന്നു. എന്നാൽ അടുത്ത അവസരത്തിൽ 1.5 മിനിറ്റിനുള്ളിൽ രാമചന്ദ്രൻ ഇമാം ബക്സിനെ പരാജയപ്പെടുത്തി. ആ കഥയിലേക്ക് നമുക്ക് പിന്നീട് വരാം. 1963 കൊല്ലത്ത് ആഷിഫ് ഹുസൈനുമായി ഏറ്റുമുട്ടിയതാണ് പോളച്ചിറയുടെ മികവാർന്ന പോരാട്ടങ്ങളിലൊന്ന്. 5 അടി 5 ഇഞ്ച് പൊക്കവും 200 പൗണ്ട് ഭാരവുമുള്ള 32-കാരനായ രാമചന്ദ്രന് മുന്നിൽ എതിരാളി 15 മിനിറ്റിൽ മലർന്നു.
പ്രതിഫലം 4000 രൂപയായിരുന്നു. തമിഴ്നാട്ടിലെ ഗുസ്തി ചാമ്പ്യൻ കരൂർ ഗണപതി സുന്ദരവുമായി മധുരയിൽ 1.25 മണിക്കൂറോളം പൊരുതിയെങ്കിലും സമനിലയായി പിരിഞ്ഞു. ഇമാം ബക്സുമായുള്ള പോരാട്ടവേദി കൊല്ലം ലാൽ ബഹദൂർ സ്റ്റേഡിയമായിരുന്നു. മത്സരം തുടങ്ങി 1.5 മിനിറ്റായപ്പോഴേക്കും വലത് കാൽമുട്ടിനെ പരിക്കേറ്റ് രാമചന്ദ്രന് പിൻവാങ്ങേണ്ടി വന്നു. പിന്നെ ചികിത്സയുടെയും വിശ്രമത്തിന്റെയും നാളുകൾ. ഗോതകളുടെ ജൈത്രയാത്രയ്ക്ക് താങ്ങായിരുന്ന അച്ഛന്റെ അസുഖങ്ങളും കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനതകളും രാമചന്ദ്രനെ ഏറെ വിഷമിപ്പിച്ച നാളുകളായിരുന്നു അത്. വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചപ്പോൾ രാമേന്ദ്രനെ ഏറെ സഹായിച്ചത് കുമാരപുരം കമാലുദ്ദീൻ ആശാനായിരുന്നു. അവിടുത്തെ ചികിത്സയെ ഗുണം കാണുന്നില്ല എന്ന് തോന്നിയ പോളച്ചിറ രാമേന്ദ്രൻ തമിഴ്നാട്ടിലെ വെല്ലൂരിൽ പരമ്പരാഗത ചികിത്സ നേടി പൂർവാധികം ശക്തിയോടെ ഗോതകളിലേക്കൊരു തിരിച്ചുവരവ് നടത്തി. ഗോതയിൽ നിന്നും അവസാന ജയത്തോടെ പടിയിറങ്ങണമെന്നായിരുന്നു പോളച്ചിറ രാമേന്ദ്രന്റെ ആഗ്രഹം. അങ്ങനെ പഴയ എതിരാളി ഇമാം ബക്സുമായി വീണ്ടും ഒരു അംഗത്തിന് നാൾ കുറിച്ചു. 1.5 മിനിറ്റിനുള്ളിൽ ഇമാം ബക്സിനെ തറപറ്റിച്ച് പോളച്ചിറ രാമേന്ദ്രൻ തന്റെ കിരീടം ഉറപ്പിച്ചു. പരവൂരിൽ വെച്ച് പിന്നീട് ഒരിക്കൽ കൂടി ഇമാം ബക്സിനെ അടിയറവ് പറയിച്ച് പോളച്ചിറ രാമചന്ദ്രൻ ഗോതകളോട് വിടവാങ്ങി. ആദ്യകാലത്ത് അടിവസ്ത്രം തുന്നിയിരുന്നത് മധുരയിൽ നിന്നുള്ള തയ്യൽ തൊഴിലാളികളായിരുന്നു. ഗുസ്തിയെപ്പോലെ തന്നെ ഗുസ്തിക്കാരന്റെ മാനവും പ്രധാനമായതിനാൽ തുന്നലിന്റെ സാങ്കേതികതയും ഒരു ഫയൽവാനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം പ്രാധാന്യമായതിനാൽ അതും പോളച്ചിറ മനഃപ്പാടമാക്കിയിരുന്നു. വിജയങ്ങൾ ഗാട്ടാവേദികളിൽ കുത്തകയാക്കിയ രാമചന്ദ്രന് വ്യക്തിജീവിതത്തിൽ പരീക്ഷണങ്ങളുടെ നാളുകളായിരുന്നു. ആ പരീക്ഷണങ്ങളും പരാജയങ്ങളും നേരിടാൻ സഹായകമായത് മനക്കരുത്തു മാത്രം. ജീവിത യുദ്ധത്തിൽ നേടിയും കൊടുത്തും നീങ്ങിയ രാമചന്ദ്രൻ അല്പമെങ്കിലും വേദന നൽകിയത് മക്കളില്ലാത്തതായിരുന്നു. ഗുസ്തിക്ക് വേണ്ടി പണം വാരിക്കൂരി ചെലവഴിച്ച അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തെല്ലാം നഷ്ടപ്പെട്ടു. അവസാന കാലത്ത് രാമചന്ദ്രൻ ഒരു ദരിദ്രനെ പോലെയാണ് ജീവിച്ചിരുന്നത്. പിന്നീട് എം വിജയകുമാർ സ്പോർട്സ് മന്ത്രിയായ കാലത്ത് സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ചാത്തന്നൂരിനടുത്തുള്ള ചിറക്കരത്താഴത്ത് അദ്ദേഹത്തിന് വീട് നിർമ്മിച്ചു നൽകി. ആർ വേലപ്പൻ സംവിധാനം ചെയ്ത ആര്യങ്കാവ് കൊള്ളസംഘം, മാസപ്പടി മാതുപിള്ള എന്നീ ചലച്ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഗാട്ടാ കുസ്തിയുടെ പതനങ്ങളിലൊന്ന് അസോസിയേഷൻ പിൽക്കാലത്ത് കൊണ്ടുവന്ന പല നിയമാവലികളും ഒരുക്കങ്ങൾക്കായി വേണ്ട ഭാരിച്ച ചെലവുകളുമാണെന്ന് പറയപ്പെടുന്നു. തുല്യഭാരമുള്ളവർ ഏറ്റുമുട്ടുന്ന പുതിയ രീതിയേക്കാൾ കാണികൾക്ക് ആവേശം ഗാട്ടാവേദികളിലെ പോരാട്ടങ്ങൾക്കായിരുന്നു. ഭാരത്തേക്കാൾ പോരാട്ടവേദികളിലെ അടവുകൾക്കായിരുന്നു ഗാട്ടാ ഗുസ്തിയിൽ പ്രാധാന്യം. മിന്നൽ പിണറിന്റെ കൈവേഗം കാണികൾക്ക് ആവേശത്തിമിർപ്പായിരുന്നു. പണ്ടുകാലത്തെ ജനമധ്യത്തിലുള്ള ഗോതകളിൽ നിന്നും ആളൊഴിഞ്ഞ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് കുടിയേറിയ ഇന്നത്തെ ഒരു ഗുസ്തി താരത്തിന്റെ പേരറിയണമെങ്കിൽ PSC പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ തയ്യാറാകുന്ന പരീക്ഷാർത്ഥിയോട് തന്നെ ചോദിക്കണം. കൊല്ലത്തിന്റെ മണ്ണിൽ ജനിച്ച് രാജ്യത്താകമാനം സഞ്ചരിച്ച് നാടിന്റെ പെരുമ കാത്ത പോരാളി കേരളഗാമ പോളച്ചിറ രാമചന്ദ്രൻ 2009 ഒക്ടോബർ 9 അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിന് 77 വയസ്സായിരുന്നു. ഭാര്യ ലീല. കൊല്ലത്തിന്റെ കരുത്തും ആകാരവടിവും ലോകത്തിന് പരിചയപ്പെടുത്തിയവരിൽ പ്രധാനിയായ പോളച്ചിറ രാമചന്ദ്രന്റെ പേരിൽ കൊല്ലം നഗരത്തിൽ ഒരു സ്മാരകമില്ല എന്നുള്ളത് ഒരു കുറവ് തന്നെയാണ്. കഥകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകൾ